ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന് ഒത്തിരി സ്നേഹം, സന്തോഷം. തുടർന്നും പ്രോത്സാഹനം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കടപ്പുറത്തെ വിശേഷങ്ങളല്ലേ പറഞ്ഞേ. കടലിൻ്റെ മനോഹാരിതയിൽ മുഴുകി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മോൻ അവിടെ നിന്നിട്ട് വിളിച്ചത്. തൊട്ടടുത്ത് തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകാൻ. ഇത് കാണുന്നതാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക്. അത് വളഞ്ഞു തിരിഞ്ഞ് വരണം, അല്ലെങ്കിൽ ആ ഹോട്ടലിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോഴാണ് മോൻ വിളിച്ചത്. അപ്പോൾ ഞങ്ങൾ ആ കാഴ്ചകളിൽ നിന്ന് തിരിഞ്ഞ് വീണ്ടും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. കടൽ കണ്ടില്ലേ, മനോഹരമായൊരു കടലല്ലേ. കടൽ ഭിത്തിയാണ് ഈ കാണുന്നത്. ശരിക്കും ഒരാൾക്ക് കയറിക്കിടന്ന് ഉറങ്ങാം, അത്രയും വീതി ഉണ്ടായിന്. ഒരാളവിടെ ഇരുന്ന് മീൻ പിടിക്കുന്നത് കണ്ടു. ദൂര കാഴ്ചകൾ അതിമനോഹരമാണ്. ഞാൻ ആ അറ്റം വരെ പോകണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. 2 പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഇതിന് വന്നത് അതോടുകൂടി അത് ഓടിപ്പോയി. എന്തും ഭംഗിയല്ലേ ആകാശക്കാഴ്ചകളും കടലിൻ്റെ കാഴ്ചകളും. ഇനിയപ്പോൾ നമുക്കിനി അമ്യൂസ്മെൻറ്റ് പാർക്കിലത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയാൽ പിന്നെ കാര്യമായിട്ടൊന്നും പറയാനില്ലേ, കാണാനേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട, ഒരു ലൈക്കും കമൻറ്റും തരാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം. അവിടെ ഒരു ഗേറ്റിൻ്റെ അവിടെ ആരോ ഒരു ബൊക്കെ കൊണ്ടുവന്ന് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു കുറേ കാര്യങ്ങളുണ്ട്. കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് പോകാം. ഇതിലോരോ റൈഡിൽ ഇറങ്ങുന്നതിന് പൈസ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ആദ്യം പോയി കൂപ്പൺ കളക്ട് ചെയ്യണം. അതിന് ഒരു കൂപ്പണ് 2.5 പൗണ്ടാണ്. അത് കൂടുതൽ വാങ്ങുന്നതിനനുസരിച്ച് കുറച്ച് കാശ് കുറയും. അങ്ങനെയാണ്. അപ്പോൾ കൂപ്പണൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് പാർക്ക് ഒരു ഷിപ്പും പൈററ്റ്സും തമ്മിലുള്ള പോലത്തെ ഒരു കഥ പോലെയാണ്. അതിൻ്റെ കഥകൾ എന്താണെന്ന് എനിക്കറിയില്ല. കുറേ ഭാഗത്തെ ഷിപ്പ് പോലെ പണിത് വെച്ചാൽ കടൽക്കുള്ളക്കാത്ത ഇതൊക്കെ കാണിക്കുന്നുണ്ട്. പലതരം റൈഡ്സ് ഉണ്ട് കേട്ടോ. ധാരാളം ആൾക്കാരുണ്ട് ഓരോ റൈഡ്സിലും. ഈ കണ്ടിലൊന്നും ആരുമില്ല. ഇതൊരു ജാതി സ്ലൈഡാണ്. നമ്മൾ കാല് ചാക്കിൽ ഇറക്കി വെച്ചിട്ട് സ്ലൈഡ് ചെയ്ത് വരിക. അത് കുട്ടികൾക്കും വലിയവർക്കും പോവാം. അത് എത്ര റൗണ്ട് വേണമെങ്കിലും പോവാം. ഒരു വർഷം കയറി കഴിഞ്ഞാൽ നോ പ്രോബ്ലം. അവിടെ കുട്ടികളും വലിയവരും ഒക്കെ അതിൽ കയറി ഇരുന്നിരുന്നു. ഒരു പൈററ്റ്സ് ആക്രമണത്തിൻ്റെ ഒരു ഷിപ്പ് പോലെയാണ് ഇതുണ്ടാക്കി വെച്ചിരുന്നത് മുഴുവൻ.
ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കായിരുന്നു, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമ്മൾ കയറിയില്ല. കണ്ടില്ലേ, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഒരു ഷിപ്പ് പോലെ ആക്കിയിട്ട്. കടൽക്കൊള്ളക്കാരുടെ ചരിത്രമൊക്കെ എന്തൊക്കെയുണ്ട്, ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വല്ല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് ഞാൻ കയറി നോക്കിയില്ല കേട്ടോ. പുറത്തുനിന്നുള്ള വീക്ഷണം ഇങ്ങനെയാണ്. ഇതിലാണ് ഞാൻ കയറിയത്. ഇതെല്ലാ ഭാഗത്തും പൈറേറ്റ്സ് എന്ന് എഴുതിച്ചാണ്. ഇതിങ്ങനെ ആദ്യത്തിൽ വലിയ രസമൊക്കെ തോന്നി, ഇങ്ങനെ പതുക്കെ എല്ലാം ആടണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ പോയി സ്പീഡും കൂടി ഹൈറ്റും കൂടി വന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ നിന്നൊരു ആന്തലൊക്കെ വന്നു. കുട്ടികളൊക്കെ ഭയങ്കര സ്ക്രീമിങ് ആയിരുന്നു. ഞാനും കരഞ്ഞു നിലവിളിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ ഭാഗ്യത്തിന് കരഞ്ഞൊന്നുമില്ല. എന്നാലും നല്ല പേടി തോന്നി. കാല് മസിൽ പിടിക്കാൻ തുടങ്ങി മുകളിലേക്ക് എത്തിയപ്പോൾ. ഭാഗ്യത്തിന് വല്ലാതെ മസിൽ പിടിച്ച് പ്രശ്നം ഉണ്ടാക്കിയില്ല. അത് മുകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കാല് നിലത്ത് തൊടാണ്ട് ഇങ്ങനെ കാലിങ്ങനെ നമ്മളാകെ ഫ്ലോട്ട് ചെയ്യുന്ന പോലെയാവും. ഇതേപോലെ ഒന്നല്ല, മുകളിലേക്ക് എത്തും തോറും സ്പീഡും കൂടും ഹൈറ്റും കൂടുമ്പോൾ നമുക്കായിട്ട് ആകെ ഒരു ആന്തലാണ്. അതിൽ കയറുമ്പോഴറിയുള്ളൂ. കൊണ്ട് തല കുത്തണേന്ന് പറഞ്ഞ പോലെ ആവും. അത്രയ്ക്ക് നമ്മൾ 90 ഡിഗ്രിയിൽ നമ്മൾ അവിടെ എത്തും. അങ്ങനെ താഴത്തേക്ക് പിന്നെ ഫോട്ടോ ഒന്നും വീഡിയോ ഒന്നും എടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അതിലിരുന്നിട്ട് ഞങ്ങളുടെ ഓപ്പോസിറ്റ് 3 ലേഡീസായിരുന്നു. അവർ വീഡിയോയും ഫോട്ടോ ഒക്കെ പിടിക്കണ കണ്ടു. നമുക്ക് പിന്നെ ഫോണൊക്കെ താഴെ തന്നെ കൊടുത്ത് പോരുക ചെയ്തേ. ഇനി അതിൽ കയറിയിട്ടത് വീണ് പോകണ്ട വച്ചിട്ട് മുകളിലെത്തിയപ്പോൾ വേഗം താഴത്തേക്ക് എത്തിയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ. ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം. ലൂപ്പിങ്ങിൽ ഞാൻ പണ്ട് കയറിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ പ്രായം അതല്ലല്ലോ. എന്നാലും മോനും അതും ഒക്കെ തന്ന ധൈര്യത്തിൻ്റെ പേരിൽ ഞാനായിട്ട് കയറി. ഇങ്ങനെ കുറച്ച് അഡ്വഞ്ചറൊക്കെ വേണ്ടല്ലേ ലൈഫിൽ, നല്ല രസം. പക്ഷേ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ കൂടി നോക്കണമല്ലോ, അതുകൊണ്ടാണ് പലതിലും കയറാത്തത്. ഇത് മറ്റേ ലൂപ്പിങ്ങാണ്, ചെറിയ ലൂപ്പിങ്ങാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ലൂപ്പിങ്ങാണ്. അതിൽ പ്രശാന്തും മോളും മാത്രമേ കയറിയുള്ളൂ, പിന്നെ ആരും കയറിയില്ല. എന്ത് ഭംഗിയല്ലേ എൻ്റെ ചുറ്റുവട്ടമുള്ള കാഴ്ചകൾ. വളരെ പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ പോണത് കാണാം. ചെറിയ കുട്ടികൾ കയറണമെങ്കിൽ ഒരു അഡൾട്ട് കൂടെ ഉണ്ടായിരിക്കണം എന്നാണ്. അതുപോലെ ഒരു സ്ഥലത്തും ക്യാഷ് ആയിട്ട് വാങ്ങില്ല, അതിൻ്റെ കൂപ്പൺ തന്നെ കൊടുക്കണം. അങ്ങനെ രാത്രിയാകുമ്പോൾ ലൈറ്റൊക്കെ മിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അവള് വളരെ ചെറിയ കടകളും കേട്ടോ, എല്ലാം ചെറിയ. ഇത് ബൈക്ക് റൈഡ്. അതിന് 2 ടോക്കൺ ആണ്ടെന്ന് കൊടുക്കണ്ടേ തോന്നുന്നു. വലിയവരും കുട്ടികളൊക്കെ കയറുന്നുണ്ട്. ഇത് പിന്നെ ബോട്ടിൽ, അതിൽ കുറേ ഫാമിലി കയറുന്നുണ്ട്. ചെറിയൊരു ലേക്കെന്നൊന്നും പറയല്ലേ, കണ്ടില്ലേ, ചെറിയ പോണ്ട്. അതിൽ കുട്ടികൾ കുറേ പേര് ആൾക്കാരൊക്കെ കയറിയിരുന്നു. പ്രശാന്തും മോളും അതിലേക്കും കയറി. മോള് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. ഇനി എന്താ കാണിക്കണമെന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇനി അതിനേക്കാളും രസമുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഞാൻ വിചാരിച്ചില്ലേ, അത് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇത് വേറെ വഴിക്കാണോ വരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം കണ്ടു.
അതൊക്കെ കുറേ വില്ലകളാണ്. അതൊക്കെ ഭയങ്കര ഹൈ കോസ്റ്റ് ലിവിങ് വില്ലാസാണ്. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാൻ. ഇവിടെ കുറേ കാറൊക്കെ നിർത്തിയിട്ടാണ് നോക്കിയപ്പോൾ അവിടെ ഒരു പ്രൈവറ്റ് ബീച്ചാണ്. ധാരാളം ആൾക്കാർ അവിടെയുണ്ട്. അത് പ്രൈവറ്റ് ബീച്ചാണ്, സ്പെഷ്യൽ എൻട്രിക്കാണ്. അത് കഴിഞ്ഞ് വരുമ്പോൾ കാണാം ബോട്ട് റേസും ബോട്ടിലേക്കൊക്കെ കണ്ടു. കടലിനോട് ബന്ധപ്പെട്ടിട്ട് കിടക്കാൻ തന്നെയാണത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇത് ഞാൻ പോണ വഴിക്ക് കണ്ടില്ല. പോയത് ഞങ്ങൾ വേറെ വഴിക്കായിരുന്നു എന്നാണ് തോന്നുന്നത്. അത് ഞാനിരുന്നതിന് സൈഡ് വേറെ മറ്റേ സൈഡായതുകൊണ്ട് അല്ല കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വേറെ വഴിക്കാണ് പോയത്. ഇത് കണ്ടില്ലേ, ഇത് പ്രൈവറ്റ് പാർക്കാണ്, പ്രൈവറ്റ് ബീച്ച്. ഞാൻ പറഞ്ഞില്ല അവിടെ കുറേ വില്ലാസൊക്കെ ഉണ്ടെന്ന്. എന്തോ ഒരു റിക്രിയേഷൻ ക്ലബ്ബൊക്കെ ഉണ്ട് തോന്നുന്നു അവിടെ. ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ അവിടെ, നല്ലോണം ആൾക്കാരുണ്ട്. പിന്നെ അതാ മാർഷി ഫോറസ്റ്റ്, അതായത് മാൻഗ്രൂവ് ഫോറസ്റ്റ്. ഇവിടെയും പാർക്കിംഗ് സ്പേസൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ആൾക്കാർക്ക് ഇറങ്ങി പോകാൻ കടലിലേക്ക് അവിടെ ഭാഗത്ത് അതിനുള്ള സ്റ്റെപ്പൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ ഈ കാഴ്ചകൾ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വഴിയിൽ എന്തെങ്കിലുമൊക്കെ കാഴ്ച കാണുമോ എന്നറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, ലൈക്കും കമൻറ്റൊക്കെ തരിക, ഷെയർ ചെയ്യാൻ പറ്റിയ ഷെയർ ചെയ്യുക. ഉണ്ട് നല്ല മനോഹരമായ കാഴ്ചകൾ, ഭംഗിയിൽ വെട്ടിനിർത്തിയാണ് മരങ്ങളും. അപ്പോൾ ഇന്നത്തെ യാത്ര കുശാൽ. സന്ധ്യ കഴിഞ്ഞേക്ക് എന്നിട്ട് നല്ല വിളിച്ചാൽ കണ്ടു. സമയം 7:30 കഴിഞ്ഞു, എന്നാലും നല്ല പ്രകാശമാണ് കണ്ടു. അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക. അത് വല്ല മാറ്റങ്ങളും വരുത്തണമെങ്കിൽ അതും അറിയിക്കുക. ഞാൻ കാണുന്ന കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ഇതവിടെ മുഴുവൻ കാട് പോലെയാണ് കേട്ടോ, നീണ്ടു പോകേണ്ടത്. വീണ്ടും കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ ചെറിയ കാര്യങ്ങൾ കാണുന്നുണ്ട്. ചെറിയ ടൗൺഷിപ്പാണെന്ന് തോന്നുന്നു. നല്ല മനോഹരമായ വീടുകളൊക്കെ കാണുന്നുണ്ട്. ചില വെയർ ഹൗസസൊക്കെ കാണുന്നുണ്ട്, ചില കമ്പനികളുടെ. മാനം ഇങ്ങനെ താഴ്ത്തു വന്ന് മുട്ടി നിൽക്കണ പോലെ കണ്ടു. ചില ഷോറൂമുകളൊക്കെ കാണുന്നുണ്ട്, പല കമ്പനികളുടെയും. പല കമ്പനികളുടെ ഷോറൂം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾ താമസം ഉണ്ടാവും എന്ന് വിചാരിക്കുക അല്ലേ. എന്താ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. മൂക്ക് വല്ലാതെ അടഞ്ഞിരിക്കുന്നു. പല സ്ഥലത്തും പല ശബ്ദം പോലെയാണ് കേൾക്കുന്നത്. നല്ല പോലെ മൂക്കടഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ തണുപ്പൊക്കെ മാറി കുറേശ്ശെ ചൂട് തുടങ്ങിയിരിക്കുന്നു. രാത്രി ഒരു 10:30 കഴിയുന്നുണ്ട് സൂര്യ വെളിച്ചം പോവാൻ. എൻ്റെ വീഡിയോൻ്റെ തെറ്റുകുറ്റങ്ങൾ നിങ്ങളെല്ലാവരും പറയുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള പല വീഡിയോസും നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളല്ലേ.
അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതൊക്കെ ചെയ്യുക. മനസ്സിൽ തോന്നണ നല്ല അഭിപ്രായങ്ങളൊക്കെ എഴുതുക. അത് വിമർശനമാവാം, അല്ല അതേയോ ആവാം. എൻ്റെ മുന്നോട്ടുള്ള യാത്ര സുഗമമാക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള കാഴ്ചകളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരേക്കും എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം വിട പറയുന്നു. നിങ്ങളുടെ അമ്മു എം കോങ്ങാട്ടിൽ.